നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മരണം തന്നെ പുൽകാറായെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് മുൻപേ അറിയാമായിരുന്നു. ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടന്നപ്പോൾ തന്റെ ദൗത്യം പൂർത്തിയായി എന്ന് അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഞാൻ ദൈവസന്നിധിയിലേക്ക് മടങ്ങുകയാണ്, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അന്ന് അത്ഭുതകരമായി പോപ്പ് തിരിച്ചെത്തി. ഡോക്ടർമാർ പോലും മരണം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ ഒരു ഉയിർപ്പും കൂടി കാണാൻ പോപ്പ് തിരികെ വന്നു. പക്ഷേ വിശ്വാസികളുടെ ആവേശത്തിന് അധികം ആയുസ്സുണ്ടായില്ല. പോപ്പ് പറഞ്ഞതുപോലെ തന്നെ ദൗത്യം പൂർത്തിയാക്കി ദൈവത്തിങ്കിലേക്ക് മടങ്ങി. വത്തിക്കാനിൽ മഴവില്ല് വിരിഞ്ഞു. കർത്താവ് തമ്പുരാൻ കനിഞ്ഞനുഗ്രഹിച്ച് അവിടത്തിങ്കലേക്ക് തിരികെ വിളിപ്പിച്ചു എന്ന്. തന്റെ മരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ പോപ്പ് മുൻപ് തന്നെ ചെയ്തിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ആശുപത്രിയിൽ കിടക്കയിൽ വെച്ച് തന്നെ. കല്ലറ പോലും നേരത്തെ തയ്യാറാക്കിയതായി പോപ്പ് ഫ്രാൻസിസ് മുൻപ് വെളിപ്പെടുത്തിയിരുന്നു. പോപ്പ് ഫ്രാൻസിസിന്റെ സംസ്കാര ശുശ്രൂഷയ്ക്കായുള്ള റിഹേഴ്സൽ അദ്ദേഹത്തിന് സുരക്ഷാ കവചമൊരുക്കുന്ന സ്വിസ് ഗാർഡുകൾ നടത്തിയതായി സ്വിസ് പത്രമായ ബ്ലിക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. മാർപ്പാപ്പമാർ മരിച്ചാൽ വത്തിക്കാനിൽ നിലനിൽക്കുന്ന ചടങ്ങുകളെക്കുറിച്ചാണ് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സംശയമാണ്, പോപ്പ് മരിച്ചാൽ എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തുന്നത് എന്നൊരു ചോദ്യമുണ്ട്. പോപ്പ് മരിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും സാധാരണ പ്രഖ്യാപനം നടത്തുക എന്നായിരുന്നു വിവരങ്ങൾ. ഔദ്യോഗിക ക്രമീകരണത്തിന് വേണ്ടിയാണ് ഈ സമയമെടുക്കുന്നത്. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാര്യത്തിൽ പല കീഴ്വഴക്കങ്ങളും തിരുത്തുകയാണ്. അദ്ദേഹത്തിന്റെ മരണം ഉടൻ തന്നെ ലോകത്തെ അറിയിച്ചു. പോപ്പിന്റെ തന്നെ നിർദ്ദേശപ്രകാരം എല്ലാം നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നുവെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഭാഗമാണോ ഇതെന്നറിയില്ല. പക്ഷേ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ലോകത്തെ വിവരം അറിയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് കാർമെലങ്കോ ആണ്. വിശുദ്ധ സിംഹാസനത്തിന്റെ സ്വത്തും സാമ്പത്തികവും കൈകാര്യം ചെയ്യാൻ അവകാശമുള്ളതും പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന കോൺക്ലേവിലെ അധ്യക്ഷത വഹിക്കുകയും ചെയ്യുന്ന കർദിനാളാണ് കാർമെലങ്കോ. ഇപ്പോഴത്തെ കർദിനാൾ കെവിൻ ജോസഫ് ഫാരനാണ്. ഒരു പോപ്പിന്റെ മൃതദേഹം സാധാരണയായി അദ്ദേഹത്തിന്റെ മരണശേഷം 4 മുതൽ 6 ദിവസങ്ങൾക്കുള്ളിൽ സംസ്കരിക്കാറുണ്ട്. സാധാരണയായി മാർപ്പാപ്പയെ അടക്കം ചെയ്യുന്നത് വത്തിക്കാൻ ഗ്രോട്ടോകളിലാണ്. എന്നാൽ 2023 ഒരു അഭിമുഖത്തിനിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ പ്രിയപ്പെട്ടതും ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നതുമായ പള്ളികളിലൊന്നായ റോമിലെ സാന്റാ മരിയ മാഗിയോർ ബസലിക്കയിലാണ് അന്ത്യവിശ്രമ സ്ഥലമായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. പതിവ് പാരമ്പര്യമനുസരിച്ച് പോപ്പിന്റെ മൃതദേഹം അനുഗ്രഹിക്കുകയും പാപ്പൽ വസ്ത്രം ധരിപ്പിക്കുകയും പൊതുജനങ്ങൾക്കായി സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും. ചരിത്രപരമായി പോപ്പുകളെ പലപ്പോഴും എംബാം ചെയ്യാറുണ്ട്. റോമിലെ ട്രെവി ഫൗണ്ടന് സമീപമുള്ള ഒരു പള്ളിയിൽ 20-ലധികം പോപ്പുകളുടെ ഹൃദയങ്ങൾ മാർബിൾ കലശങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നു. അവ വിശുദ്ധ തിരുശേഷിപ്പുകളായി സംരക്ഷിക്കപ്പെടുന്നു. മാർപ്പാപ്പ അണിഞ്ഞ മോതിരം ഒരു പ്രത്യേകതരം ഹാമർ ഉപയോഗിച്ച് കാർമെലങ്കോ നശിപ്പിച്ചു കളയും, അതായത് പൊടിക്കും. അനധികൃത ഉപയോഗം തടയുന്നതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മരണശേഷം പോപ്പിനെ വിലാപത്തിന്റെ ചിഹ്നമായ ചുവപ്പ് പുതപ്പിക്കും. മരണാനന്തര ചടങ്ങുകളിൽ പ്രധാനം സങ്കീർത്തനം ആലപിക്കുന്നു. ഒപ്പം സന്നിഹിതരായവർ ക്രമത്തിൽ വന്ന് പോപ്പിന്റെ കൈമുത്തുന്നു. പിന്നീട് കാർമെലങ്കോ പോപ്പിന്റെ മുഖം വെള്ള തുണി കൊണ്ട് മൂടും. സെന്റ് പീറ്റേഴ്സിൽ കുമ്പസാരം കേൾക്കുന്ന വൈദികനോട് ശരീരത്തിൽ കാവൽ നിൽക്കാൻ പറയുന്നു. സെന്റ് പീറ്റേഴ്സിൽ കുമ്പസാരം കേൾക്കുന്ന വൈദികനോട് ശരീരത്തിന് കാവൽ നിൽക്കാൻ പറയുന്നു. പിന്നീട് ശരീരം ഔദ്യോഗികമായി കുളിപ്പിച്ച് മാർപ്പാപ്പയുടെ ഔദ്യോഗിക വസ്ത്രം ധരിപ്പിക്കും. 3 ശവപ്പെട്ടിയുടെ കർമ്മം ഡി റിച്വൽ ഓഫ് 3 കാഫിൻസ് അനുഷ്ഠിക്കും. സൈപ്രസ് ഈയം, ലഹാ മരത്തിന്റെ തടി എന്നിവ കൊണ്ടുള്ള 3 ശവപ്പെട്ടികൾ ഒന്നിനു മുകളിൽ ഒന്നായി സ്ഥാപിക്കുന്നു. മാർപ്പാപ്പയുടെ വിനയം, അന്തസ്സ്, മരണത്തിന്റെ അനിവാര്യത എന്നിവ സൂചിപ്പിക്കുന്നതിനാണ് ഇവ 3. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ലളിതമായ ചടങ്ങുകൾ മതി എന്ന് അനുശാസിച്ചതിനാൽ അദ്ദേഹത്തിന്റെ മൃതശരീരം സിങ്ക് ലൈനിങ് ഉള്ള തടി ശവപ്പെട്ടിയാണ് ഉപയോഗിക്കുക. ഇങ്ങനെ നീളുന്നു പോപ്പിന്റെ സംസ്കാര ചടങ്ങുകൾ. വത്തിക്കാന്റെ പരമാധികാരിയാണ് പോപ്പ്. വത്തിക്കാൻ സിറ്റി സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനും നിയമപരമായ പരമാധികാരിയും മാർപ്പാപ്പയാണ്. അദ്ദേഹം നിയമിക്കുന്ന പൊന്തിഫിക്കൽ കമ്മീഷൻ പ്രസിഡന്റാണ്
വത്തിക്കാന്റെയും ഭരണത്തലവൻ. 5 വർഷ കാലാവധിയിൽ പാപ്പ നിയോഗിക്കുന്ന പ്രസിഡന്റിനെ തിരുസഭയ്ക്കോ മാർപ്പാപ്പയ്ക്കോ എപ്പോൾ വേണമെങ്കിലും നീക്കം ചെയ്യാനുമാകും. മാർപ്പാപ്പയുടെ ഉപദേശക സമിതിയായ സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റിന് എല്ലാ പ്രധാന വിഷയങ്ങളിലും റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ചുമതലയും പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. നയരൂപവൽക്കരണം, നിയമനിർമ്മാണം എന്നീ ചുമതലകൾ പാപ്പ നിയോഗിച്ച പൊന്തിഫിക്കൽ കമ്മീഷൻ ഫോർ വത്തിക്കാൻ സിറ്റി എന്ന സംവിധാനത്തിൽ നിക്ഷിപ്തമാണ്. സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ് വഴി സുപ്രീം പൊന്തിഫിക്കിന്റെ അംഗീകാരവും നേടിയ ശേഷമേ ഈ നിയമങ്ങൾ പ്രാബല്യത്തിലാകുകയുള്ളൂ. വത്തിക്കാൻ ഭരണ സംവിധാനത്തിന്റെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ആക്ട് അപ്പസ്തൊലിക്ക സെഡീസിൽ ഇറ്റാലിയൻ ഭാഷയിൽ ഇവ പ്രസിദ്ധീകരിക്കുകയും വേണം. നിയമനിർമ്മാണത്തിന് മുൻപ് കൗൺസിലേഴ്സ് ഓഫ് സ്റ്റേറ്റ്സിന്റെ ഉപദേശവും തേടണമെന്ന വ്യവസ്ഥയുണ്ട്. ഇറ്റാലിയൻ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമാണ് വത്തിക്കാന്റെ കോടതിയും ശിക്ഷാരീതികളും. ക്രിമിനൽ കുറ്റങ്ങൾക്ക് ഇറ്റലിയുടെ കോടതികളാണ് ശിക്ഷ നൽകുന്നത്. സുപ്രീം ട്രൈബ്യൂണൽ ഓഫ് അപ്പസ്തൊലിക് സിഗ്നേച്ചുറ എന്ന സംവിധാനമാണ് മാർപ്പാപ്പയുടെ നീതിന്യായ വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്നത്. ഉന്നത നീതിപീഠമായി കരുതപ്പെടുന്ന മാർപ്പാപ്പയെ സഹായിക്കാൻ വത്തിക്കാൻ സിറ്റി കോടതിയുടെ പ്രസിഡന്റ് റോമൻ റോട്ട ഡീൻ എന്നിവരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഭൂരിഭാഗം കുറ്റങ്ങളും ഇറ്റാലിയൻ കോടതികളാണ് കൈകാര്യം ചെയ്യുന്നത്. ഇറ്റലി സർക്കാരുമായി വത്തിക്കാൻ ഇതിനുള്ള കരാറുണ്ട്. ചുരുങ്ങിയ കാലത്തെ തടവിനുള്ള പ്രത്യേക സെല്ലുകൾ ഒഴിച്ച് വത്തിക്കാനിൽ ജയിൽ സംവിധാനമില്ല. ഗുരുതരമായ കുറ്റങ്ങൾക്കുള്ള ശിക്ഷ വിധിക്കുന്നതും തടവിൽ പാർപ്പിക്കുന്നതും ഇറ്റലിയിലാണ്. ഇറ്റലിയിലെ കോടതികളിലും ജയിലുകളിലും ഇതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നടപടികൾക്കുള്ള ചെലവ് വത്തിക്കാൻ വഹിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ, അതൊരു ചരിത്രം കൂടിയാണ്. പറഞ്ഞാൽ ഒരുപാടുണ്ട്. 2ാം ലോക മഹായുദ്ധം മുതൽ ഇന്ന് വരെ ലോകത്തെ അടയാളപ്പെടുത്തിയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ജീവിതമാണ് മാർപ്പാപ്പയുടേത്. 2ാം ലോക മഹായുദ്ധം, യഹൂദരുടെ നാസി ഉന്മൂലനം, ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് ആക്രമണം, 2008 സാമ്പത്തിക മാന്ദ്യം, മറഡോണയുടെ ഗോൾ, ബെനഡിക്ട് 16 പാപ്പയുടെ രാജി, ഫ്രാൻസിസ് എന്ന പേരിൽ പുതിയ പാപ്പയായി തെരഞ്ഞെടുത്ത കോൺക്ലേവ് തുടങ്ങി നിരവധി ചരിത്ര നിമിഷങ്ങളിലൂടെ ജീവിതം കടന്നുപോയ നിമിഷങ്ങൾ പ്രതിപാദിക്കപ്പെടുന്ന ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ജീവിതം മുഴുവൻ പ്രത്യാശകൾ നിറച്ച, ലോകത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം ദൈവത്തിന് സമർപ്പിച്ച മനോഹരമായ പോപ്പിൻ്റെ ആത്മകഥ ഹോപ്പ്. ഇതിൽ പലതും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1939 2ാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ 3 വയസ്സാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രായം. അന്നത്തെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ആത്മകഥ ആരംഭിക്കുന്നത്. യുദ്ധത്തിൻ്റെ ഭീകരതയും യഹൂദ ജനത നേരിടേണ്ടി വന്ന പീഡനങ്ങളും മാർപ്പാപ്പയുടെ കുടുംബത്തെ, പ്രത്യേകിച്ച് അമ്മയെ എങ്ങനെയാണ് ബാധിച്ചത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർക്കുന്നു. മനുഷ്യജീവിതത്തിൻ്റെ മൂല്യത്തെയും സമാധാനത്തിൻ്റെ പ്രാധാന്യത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകളെ രൂപപ്പെടുത്തിയത് ഈ അനുഭവങ്ങളാണ്. ഹോളോകോസ്റ്റിനെ അഭിസംബോധന ചെയ്ത് പീഡനത്തിനിരയായവരോട് പുലർത്തേണ്ട അനുകമ്പയെക്കുറിച്ചും ആത്മകഥ ചർച്ച ചെയ്യുന്നുണ്ട്. 80 രാജ്യങ്ങളിലാണ് പുസ്തകം പുറത്തിറങ്ങിയത്. ആദ്യമായാണ് പദവിയിലിരിക്കെ ഒരു മാർപ്പാപ്പയുടെ ആത്മകഥ പുറത്തിറങ്ങുന്നത്. 320 പേജുകളാണ് പുസ്തകത്തിനുള്ളത്. സഹപാഠിയെ ഇടിച്ചു ബോധം കെടുത്തിയതും, ഓടിച്ച സൈക്കിൾ നന്നാക്കാനുള്ള പണം നൽകാൻ സഹപാഠിയെ നിർബന്ധിച്ചതും ചെറുപ്പകാലത്തെ നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങളായി പാപ്പ വിവരിക്കുന്നുണ്ട്. ലോകത്തിൽ ഇന്നേ വരെയുള്ള മികച്ച ആത്മകഥകളുടെ പട്ടികയിലേക്ക് അനായാസം നടന്നു കയറി ഹോപ്പ്. 20ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭകാലം മുതലുള്ള ചരിത്രവും സംഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും കൊണ്ട് നിറഞ്ഞു ആത്മകഥ. 88ാം വയസ്സിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്യുമ്പോൾ അദ്ദേഹത്താൽ സ്വാധീനിക്കപ്പെട്ടവരുടെ എണ്ണത്തിലും ഗുണത്തിലും ജാതിയോ മതമോ വർഗമോ തലമുറ വ്യത്യാസമോ ഇല്ലെന്നതാണ് പാപ്പയെ ഇതുവരെയുള്ള മാർപ്പാപ്പമാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. വത്തിക്കാനിൽ വിരിഞ്ഞ ആ മഴവില്ലുണ്ടല്ലോ, അത് ശരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയാണ്. നിറഞ്ഞ മനസ്സോടെ കർത്താവ് ഈശോ മിശിഹ ദൈവശുശ്രൂഷകൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ച തൻ്റെ പ്രിയപ്പെട്ടവനെ, ആ പുണ്യജന്മത്തെ തിരികെ വിളിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് വത്തിക്കാനിലെ, എന്തിനേറെ പോപ്പിനെ സ്നേഹിക്കുന്ന നിരവധി കോടാനുകോടി വിശ്വാസികൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.